നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഡൊണാൾഡ് ട്രംപ് തത്തുല്യ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചതിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ധനികർക്ക് ഉണ്ടായത് $50,000 കോടി നഷ്ടം. US ഓഹരി വിപണികളിൽ $5 ലക്ഷം കോടി നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. $302 ബില്യൺ ഇലോൺ മാസ്കിൻ്റെ ആസ്തി കുറഞ്ഞു. $130 ബില്യൺ നഷ്ടമാണ് മാസ്കിന് ഉണ്ടായത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനാണ് രണ്ടാമത്തെ വലിയ നഷ്ടം. ആസ്തി $45.2 ബില്യൺ കുറഞ്ഞ് $193 ബില്യൺ ആൽഫബെറ്റ് സഹസ്ഥാപകൻ ലാറി പേജിന് $34.6 ബില്യൺ നഷ്ടമായത്. മാർക്ക് സക്കർബർഗിന് $28.1 ബില്യൺ നഷ്ടമുണ്ടായി. ഓഹരി വിപണിയിലെ വൻ ഇടിവ് മൂലം മുകേഷ് അംബാനി, ഗൗതം അംബാനി, സാവിത്രി ജിൻഡാലും കുടുംബവും, ശിവ് നാടാർ തുടങ്ങിയവരുടെ മൊത്തം ആസ്തിയിൽ $1.030 കോടി നഷ്ടമാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായ മുകേഷ് അംബാനിയുടെ ആസ്തി $3.6 ബില്യൺ കുറഞ്ഞ് $87.7 ബില്യൺ ലെത്തി. രണ്ടാമത്തെ ധനികനായ ഗൗതം അദാനിയുടെ ആസ്തി $3 ബില്യൺ കുറഞ്ഞ് $57.3 ബില്യൺ ആയി. മൂന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ 45-ാം സ്ഥാനത്തുമുള്ള സാവിത്രി ജിൻഡാലും കുടുംബവും ആസ്തിയിൽ $2 ബില്യൺ നഷ്ടം നേരിട്ടു. അവരുടെ ആസ്തി $33.9 ബില്യൺ ആയി കുറഞ്ഞു. ശിവ് നാടാറിൻ്റെ ആസ്തി $1.5 ബില്യൺ കുറഞ്ഞ് $30.9 ബില്യൺ ആയി. പ്രതിഷേധങ്ങൾക്കിടയിലും ചൈനയ്ക്കെതിരെ 50% അധിക നികുതി കൂടി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 ദിവസം മുമ്പാണ് US ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി ചൈന പ്രഖ്യാപിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി US പ്രഖ്യാപിച്ചതിന് പകരമായാണ് ചൈന USനെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ എല്ലാ രാജ്യങ്ങൾക്കും 10% അടിസ്ഥാന നികുതി നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ചൈനയ്ക്ക് ആകെ ചുമത്തുന്ന നികുതി 94% ഉയരും. US ചുമത്തിയ 26% തീരുവയ്ക്ക് പ്രതികാര നടപടി വേണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും തീരുമാനമാകാതെ ആശാസമരം. ഓണറ്റേറിയം കൂട്ടണമെന്നതടക്കം 5 പ്രധാന ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സമരസമിതി നേതാക്കൾ മന്ത്രി ശിവൻകുട്ടിക്ക് നൽകി. ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാമെന്നാണ് തൊഴിൽ മന്ത്രിയുടെ ആശ്വാസവാക്ക്. അതിനിടെ വേതന വർധന പഠിക്കാൻ സമിതിയെ നിശ്ചയിക്കാമെന്ന തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് ആരോഗ്യമന്ത്രി പ്രതികരിച്ചു. സ്കൂളുകളിൽ